അങ്ങനെ മാർച്ച് പോയ പോക്കേ ദാ ഇപ്പൊ ഏപ്രിൽ എത്തി. മാർച്ച് പുജോ സെറ്റപ്പ് ഓർമ്മയുണ്ടോ? നമുക്ക് ഏപ്രിലൊന്നും ചെയ്യണ്ടേ? മാർച്ച് ഫുൾ ഇലയായിരുന്നെങ്കിൽ ഏപ്രിൽ ഫുള്ള് നമുക്ക് പൂക്കളാക്കിയാലോ? ഇവിടെ ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ ബ്ലൗസ് ഒക്കെ വന്നു തുടങ്ങും. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങും. ചെറിയ ബ്ലൗസ് ആണ് ഉദ്ദേശിച്ച് തുടങ്ങിയത്, പക്ഷെ വരച്ചു വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ പൂക്കളായി. ആക്ച്വലി ഈ ബുജോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിട്ട് ഞാൻ കുറച്ച് മാർക്കേഴ്സ് ഓർഡർ ചെയ്തായിരുന്നു. അതൊന്നും സമയത്ത് വന്നില്ലെന്നേ. പിന്നെ കയ്യിലുണ്ടായിരുന്നതും ഇമ്മുക്കുട്ടിയുടെ പഴയതും ഒക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാരും അങ്ങനെയാണോന്ന് അറിയില്ല. ഞാൻ എന്റെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ബുജോ സെറ്റപ്പ് ഒക്കെ തുടങ്ങി വെക്കും, പക്ഷെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് വെച്ചങ്ങ് നിർത്തും. ഡെയിലി ചെയ്യണമെന്ന് വെച്ച് വിചാരിച്ച് തുടങ്ങണേ, പക്ഷെ എന്തെങ്കിലും കാര്യം ഇടയ്ക്ക് വന്നിരിക്കും. വീഡിയോ എഡിറ്റിങ്ങോ ജോലിയോ എന്തെങ്കിലും ആയിട്ടത് മുടങ്ങും. ബട്ട് വൺസ് ഇതൊന്ന് റൊട്ടീനായി കിട്ടിയാൽ പിന്നെ എല്ലാം ശരിയാവും. അങ്ങനെ ഒരു സംഭവം ഒരു റൊട്ടീനായി മാറണമെങ്കിൽ ഒരു ടിപ്സ് ഉണ്ട്. അതിപ്പോ ഇതിനു വേണ്ടി മാത്രമല്ല, ഏത് കാര്യത്തിലും നമുക്ക് അത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോ എല്ലാ ദിവസവും വൈകിട്ടായിരിക്കുമല്ലോ നമ്മൾ ആ ദിവസത്തെ പറ്റി എഴുതാൻ പോകുന്നത്. അപ്പൊ എല്ലാ ദിവസവും വൈകിട്ട് 8 മണിക്ക് എഴുതുന്നെങ്കിൽ ഒരു 2-3 ദിവസം 8 മണിക്ക് തന്നെ എഴുതാൻ ശ്രമിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേ ടൈം ആകുമ്പോൾ നമ്മുടെ ഒരു മനസ്സിൽ വരും അത് ചെയ്യാനായിട്ട് ഒരു ത്വര. ആ ത്വര വന്നാൽ പിന്നെ രക്ഷപ്പെട്ടു. സെക്കൻഡ് തിങ്, എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഒരേ സ്ഥലത്തിരുന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിൾ ആണെങ്കിൽ അവിടെ തന്നെ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. അതൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. ദേ ഈ ചെറിയ ബ്ലൗസും വരയ്ക്കുന്നുണ്ടോ? ഇങ്ങനെ ബഡ്സ് വെച്ച് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ഈസിയാ, നല്ല പെർഫെക്ഷനും കിട്ടും. പിന്നെ പെയിന്റ് എടുക്കുമ്പോൾ പിങ്കിന്റെ ഒരു 3 ഷെയ്ഡ് എടുത്തു, അപ്പോൾ ഒരു ഒറിജിനാലിറ്റി കിട്ടുവേ. നമ്മളെന്താ പറഞ്ഞു വന്നത്? അപ്പോൾ എന്താ റൊട്ടീൻ. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ചെയ്യുക, ഒരേ സമയത്ത് തന്നെ ചെയ്യുക. ഇത് തുടർച്ചയായിട്ട് ഒരു കണ്ടിന്യൂസ് ഒരു 3-4-5 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു 6ാമത്തെ ദിവസം നമുക്കുള്ളിലൊരു തോന്നലുണ്ടാവും അത് ചെയ്യണമെന്നുള്ള. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുന്നേ. ഇതൊക്കെ ഒരു നല്ല ശീലമല്ലേ? ദേ ബുജോയുടെ ഫസ്റ്റ് ഷീറ്റ് ഏതാണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ അങ്ങോട്ട് പിങ്കിച്ചായോണ്ട് ഫുൾ അങ്ങ് പിങ്ക് ആയതുകൊണ്ട് കുറച്ച് ഇലയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാന്ന് വെച്ചു. ഇല വരച്ചു തുടങ്ങിയപ്പോഴാണ് പിന്നെ വേണ്ടായിരുന്നെന്ന് തോന്നിയത്. തുടങ്ങി വെച്ചല്ലേ തീർത്തേക്കാന്ന് വെച്ചു. ഫസ്റ്റ് പേജ് ഞാൻ ഉദ്ദേശിച്ചേക്കാളും നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബട്ട് കവർ പേജ് വലുതായിട്ടൊന്നുമില്ല. മന്തിന്റെ നെയിമും ഒരു മിനി കലണ്ടറും കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പേജിൽ മൂഡ് ട്രാക്കറും ഒരു ഹാബിറ്റ് ട്രാക്കറും ആണ് കൊടുത്തേക്കുന്നത്. മൂഡ് ട്രാക്കർ സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ഫ്ലവേഴ്സിനും ഓരോ നമ്പറും കൊടുത്തിട്ടുണ്ട്. നമ്പർ മീൻസ് ഓരോ ഡേറ്റ്. ലാസ്റ്റ് മന്ത് ഞാൻ 3 സ്മൈലീസാ കൊടുത്തത്. ഭയങ്കര ഹാപ്പി, സാഡ്, പിന്നെ ഓക്കെ. ബട്ട് ഇപ്രാവശ്യം ഞാൻ 2 മൂഡ് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഹാപ്പി ആണെങ്കിൽ ഫ്ലവറിന് കളർ കൊടുക്കാം, ഇല്ലെങ്കിൽ കളറില്ല. അടുത്തത് ഹാബിറ്റ് ട്രാക്കർ. ഇത് സെറ്റ് ചെയ്യാൻ ഞാനൊരു ബ്രാഞ്ചും അതിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഒരു ഹാങ്ങിങ് പ്ലാന്റും വരയ്ക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഹാബിറ്റ് ആയിട്ട് പറയാനായിട്ട് മാത്രം ഒന്നുമില്ല. ആകെ റെഗുലറായിട്ട് ചെയ്യുന്ന 3 ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഞാൻ നോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഹാബിറ്റുകൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലവർ വീതം വരയ്ക്കും. സോ മന്ത് എൻഡിൽ 30 ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഡെയിലി ഞാൻ എല്ലാ ഹാബിറ്റും ഫോളോ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന്. ഈ കൊടുത്തേക്കുന്ന 3 ഹാബിറ്റും ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വന്നു തുടങ്ങിയത്. പിന്നെ വിന്റർ ആയപ്പോഴത്തേക്ക് സ്കിന്നൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ പിന്നെ സ്കിൻ കെയറും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ തണുപ്പ് തുടങ്ങിയ ശേഷം വെള്ളം കുടിക്കുന്നതും വളരെ കുറഞ്ഞു. അപ്പൊ പിന്നെ അതും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അല്ലാണ്ട് ഹാബിറ്റ് എന്ന് പറയാൻ മാത്രമായിട്ട് എനിക്കൊന്നുമില്ല. വളരെ ഹോണസ്റ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മാർച്ചിലാണ്. ജാനുവരി ഫെബ്രുവരി ബുജോ സെറ്റപ്പ് ഇവിടെ നിന്ന് ആരെങ്കിലും ചിന്തിച്ചായിരുന്നോ? അത് ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല, സാധനം എന്റെ ഉണ്ട്, പക്ഷെ അത് കാണിക്കാൻ മാത്രം ഭംഗിയൊന്നുമില്ല. ദേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലവേഴ്സ്. ഇതിപ്പോ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. നെക്സ്റ്റ് പേജ് സ്പെഷ്യൽ ആണ്. അത് ഈ മാസത്തിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. വേറൊന്നുമല്ല, മന്ത്ലി ബഡ്ജറ്റ്. അതെന്താ ഇപ്പൊ ഈ മാസത്തിന് മാത്രമായിട്ട് ഒരു ബഡ്ജറ്റ് എന്നല്ലേ? അതൊക്കെ ഉണ്ടെന്നേ. ഇനി വരുന്ന വീഡിയോസിൽ അതെല്ലാം ഡിക്ലെയർ ചെയ്യാം. ഇതിന് താഴെയായിട്ട് ഒരു ഫ്ലോറൽ വാഷി ടേപ്പ് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ വലിയ അലങ്കാരങ്ങളൊന്നുമില്ല. പിന്നെ ഡേറ്റ്, ഡീറ്റെയിൽ, പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് 2-3 കോളങ്ങളും ഉണ്ട്. ഈ മാസം കുറച്ചധികം സ്പെൻഡും ചെയ്യണം, കുറച്ചധികം സേവും ചെയ്യണം. നോക്കാം എങ്ങനെ പോകുന്നു. കുറച്ച് ചെറിയ ബ്ലൗസ് അവിടെ ഇവിടെ കൊടുക്കുന്നുണ്ട് സെയിം പ്രോസസ്സിൽ, ആ ബഡ്സ് വെച്ച് തന്നെ. നാട്ടിലിപ്പോ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലേ, ഇനിയിപ്പോ കുറെ ക്രാഫ്റ്റുകൾ ചെയ്യാലോ നമുക്ക്. ഈ ജോലി തിരക്കിനിടെ ഡെയിലി വീഡിയോ ഇടാനുള്ള നിർവാഹം ഇല്ലെന്നേ, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ മന്ത്ലി ബഡ്ജറ്റ് ഷീറ്റ് സെറ്റ്. ഇനി അടുത്ത ഗോൾസ്. ഇവിടെയും ചെറിയ ബ്ലൗസും ഉണ്ട്, പക്ഷെ ട്രീ അല്ല, ജസ്റ്റ് ബ്രാഞ്ച് മാത്രം. ഈ വർഷം എന്തായാലും ചെറി ബ്ലൗസും പോയി കാണണമെന്നുണ്ട് എനിക്ക്. നോക്കട്ടെ, കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ മന്ത്ലി ഗോൾസിലെ ഫസ്റ്റ് ഗോൾ എന്താണെന്ന് അറിയാവോ? 500 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ അച്ചീവ് ചെയ്യാന്ന്. നമ്മളത് അച്ചീവ് ചെയ്തു കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഈ മന്തും ആ ഗോൾ തന്നെ ഉണ്ട്, പക്ഷെ 1000 ആണ്. ഈ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്ന പോലെ തന്നെ സന്തോഷമുള്ള വേറൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ. ദേ ലാസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പേജും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് പിന്നെ വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. കുറച്ച് ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഏപ്രിൽ മന്ത് ബുജോ സെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സാമോട് മാർച്ച് ചെയ്യാൻ പറ്റാത്തവരെല്ലാം ഈ മാസം എന്തായാലും ചെയ്ത് നോക്കണേ. അപ്പൊ ഏപ്രിൽ മന്ത് ഫ്ലോറൽ ബുജോ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും കമന്റ് ചെയ്യണം. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം.